എല്ലാവർക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +1 പൊളിറ്റിക്കൽ സയൻസിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള റൈറ്റ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനക്കകത്തെ അവകാശങ്ങൾ എന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കായിട്ടുള്ള ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, മൗലിക ചുമതലകൾ അതായത് മൗലിക കടമകൾ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, മൗലിക കടമകളെക്കുറിച്ചാണ്. ഇന്ത്യൻ ഭരണഘടനക്കകത്ത് ഇന്ത്യൻ പൗരന്മാരുടെ കർത്തവ്യമായിട്ട് ഭരണഘടന പറയുന്ന മൗലിക കടമകളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. The concept of fundamental duties was borrowed from USSR. മൗലിക കടമ എന്ന് പറയുന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. ഇന്നത്തെ റഷ്യയുടെ ആദ്യ രൂപമായിട്ടുള്ള സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് ഇന്ത്യ ഈ ആശയം കടം കൊണ്ടത്. It included in Indian Constitution through 42nd Constitutional Amendment in 1976. 1976 42ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ അതായത് മൗലിക ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഭാഗത്തു നിന്നൊക്കെ ചോദ്യങ്ങൾ വരും, ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ. 1972 42ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇന്ത്യൻ പൗരന്മാർക്കുള്ള മൗലിക കടമകൾ അതായത് മൗലിക ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. പാർട്ട് 4A of Indian Constitution deals with fundamental duties. അങ്ങനെ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4A മൗലിക കടമകളെക്കുറിച്ച് പറയുന്നത്. 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 4A ഭാഗം 4A മൗലിക കടമകളെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടന പറയുന്നത്. ആർട്ടിക്കിൾ 51A ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 51A ഒരു കൂട്ടം മൗലിക കടമകളെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടന പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഭാഗം 4A പറയുന്നത്. ആർട്ടിക്കിൾ അതായത് വകുപ്പ് 51A ഒരു കൂട്ടം മൗലിക ചുമതലകൾ അതായത് മൗലിക കടമകളെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടന നിർദ്ദേശങ്ങൾ നൽകുന്നത്. അവ ഓരോന്നും നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. ഒന്ന്, ടു ഒബേ ആൻഡ് റെസ്പെക്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് നാഷണൽ ഫ്ലാഗ് ആൻഡ് നാഷണൽ ആന്തം. അതായത് ഇന്ത്യൻ പൗരന്മാരെല്ലാം തന്നെ ഭരണഘടനയെ അനുസരിക്കാനും അതിലെ ആദർശങ്ങളെ പാലിക്കാനും ബാധ്യസ്ഥനാണ്. ദേശീയഗാനം, ദേശീയ പതാക എന്നിവയോട് ജനങ്ങൾക്ക് കൂറുണ്ടായിരിക്കണം. ഇന്ത്യയുടെ ദേശീയ പതാക, ദേശീയ ഗാനം, നമ്മുടെ ഭരണഘടന എന്നിവയെല്ലാം തന്നെ നമ്മൾ ബഹുമാനിക്കേണ്ടതാണ്, അതിനോട് ആദരവ് പുലർത്തേണ്ടതാണ് ഇന്ത്യയിലെ എല്ലാ പൗരന്മാരും. അടുത്തതായിട്ട് രണ്ടാമത്തെ, ടു ചെറിഷ് ആൻഡ് ഫോളോ ദ നോബിൾ ഐഡിയ ഓഫ് അവർ ഫ്രീഡം സ്ട്രഗിൾ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ മഹത്തായ ആദർശങ്ങളെ ആദരിക്കുകയും ഉൾക്കൊള്ളുകയും വേണം. ഇന്ത്യൻ പൗരന്മാരുടെ ഒരു കടമയാണത്, ചുമതലയാണ്. എന്താണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ മഹത്തായിട്ടുള്ള ആദർശങ്ങളെ
ആദരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക വേണം. ഇതൊരു മൗലിക ചുമതലയാണ്, അതായത് മൗലിക കടമയാണ്. മൂന്നാമത്തത് ടു പ്രൊട്ടക്ട് ദ സോവർണിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കാനുള്ള കടമയും ഓരോ പൗരന്മാർക്കുമുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും പരമാധികാരവും കാത്തുസൂക്ഷിക്കണം. നെക്സ്റ്റ് ടു ഡിഫെൻഡ് ദ നാഷൻ. ഇന്ത്യയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിലേക്കായി ആവശ്യമെങ്കിൽ സൈനിക സേവനം ചെയ്യുവാനും പൗരന്മാർ തയ്യാറായിരിക്കണം. അതായത് ഇന്ത്യയുടെ സംരക്ഷണം സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക എന്നതാണ്. ടു പ്രൊട്ടക്ട് ദ പബ്ലിക് പ്രോപ്പർട്ടി. ടു പ്രൊട്ടക്ട് ദ പബ്ലിക് പ്രോപ്പർട്ടി. പൗരന്മാർ പൊതുജീവിതത്തിൽ അക്രമപ്രവർത്തനങ്ങൾ ഒഴിവാക്കണം. ഗവൺമെൻറ് സ്ഥാപനങ്ങളും പൊതുസ്വത്തും സംരക്ഷിക്കണം. അക്രമത്തിലൂടെ പൊതുസ്വത്ത് നശിപ്പിക്കുന്നവർ ശിക്ഷാർഹരായിരിക്കും. അപ്പോൾ ഈ ഭാഗത്ത് ഇന്ത്യൻ പൗരന്മാരുടെ കടമയായിട്ട് പറയുന്നത് പൊതുസ്വത്ത് നശിപ്പിക്കാൻ പാടില്ല, പൊതുസ്വത്ത് സംരക്ഷിക്കുക എന്നത് ഇന്ത്യൻ പൗരന്മാരുടെ കടമയാണ്, ചുമതലയാണ്. അടുത്തത് ആറാമത്തത് ടു പ്രൊട്ടക്റ്റ് നാച്ചുറൽ റിസോഴ്സസ്. പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കുക എന്നതാണ്. ഇന്ത്യയുടെ പ്രകൃതി സമ്പത്തുക്കളായിട്ടുള്ള വനങ്ങൾ, തടാകങ്ങൾ, നദികൾ, വന്യജീവികൾ മുതലായവയെ സംരക്ഷിക്കുകയും അവയുടെ പുരോഗതിക്കായി യത്നിക്കുകയും ചെയ്യണം. ഇന്ത്യൻ പൗരന്മാരുടെ കടമയാണ്. നമ്മുടെ പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഓരോ പൗരനും പ്രവർത്തിക്കണം. അതൊരു കടമയായി ചുമതലയായിട്ട് നിർവഹിക്കുകയും വേണം. ഏഴാമത്തതായിട്ട് ടു പ്രൊമോട്ട് ദ കോമൺ ബ്രദർഹുഡ് എമംഗ് ദ പീപ്പിൾ. ടു പ്രൊമോട്ട് ദ കോമൺ ബ്രദർഹുഡ് എമംഗ് ദി പീപ്പിൾ. എല്ലാ ജനവിഭാഗങ്ങൾക്കിടയിൽ പൊതുനന്മയും സാഹോദര്യവും വളർത്തുക എന്നതാണ് ഇന്ത്യൻ പൗരന്മാരുടെ ഒരു കടമയാണ്. മതം, ഭാഷ, പ്രദേശം എന്നീ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ജനതയുടെ പൊതുനന്മയും സാഹോദര്യവും ലക്ഷ്യമാക്കിയായിരിക്കണം. പ്രാദേശികവാദവും മതവിദ്വേഷവും യാതൊരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കരുത്. വളരെ വൈവിധ്യമാർന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ആ വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ പൊതുനന്മയും സാഹോദര്യവും ലക്ഷ്യമാക്കിയായിരിക്കണം ഏതൊരു പൗരനും പ്രവർത്തിക്കേണ്ടത്. ഒരു സാഹോദര്യത്തിനും പൊതുനന്മക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ ഏതൊരു പൗരനും അദ്ദേഹത്തിൻ്റെ കടമയായിട്ട് നിറവേറ്റണം. 8 ടു പ്രൊവൈഡ് ദ റിച്ച് ഹെറിറ്റേജ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ മഹത്തായ സംസ്കാരവും മൂല്യങ്ങളും പരിപാലിക്കേണ്ട കടമ എല്ലാ പൗരന്മാർക്കുമുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും മഹത്തരമായിട്ടുള്ള സാംസ്കാരിക മൂല്യങ്ങൾ പരിപാലിക്കേണ്ട കടമയും ഇന്ത്യൻ പൗരന്മാർക്കുണ്ട്. നെക്സ്റ്റ് 9 ടു ഡെവലപ്പ് സയൻറ്റിഫിക് അവയർനെസ് ആൻഡ് ഹ്യൂമനിസം എമംഗ് ദി പീപ്പിൾ. ടു ഡെവലപ്പ് സയൻറ്റിഫിക് അവയർനെസ് ആൻഡ് ഹ്യൂമനിസം എമംഗ് ദി പീപ്പിൾ. ഇന്ത്യൻ പൗരന്മാർ തങ്ങളുടെ ശാസ്ത്രത്വരകയും മാനവികതയും വികസിപ്പിച്ചെടുക്കണം. പരമ്പരാഗതമായി പിന്തുടരുന്ന ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ അവ കൂടുതൽ ജനകീയവൽക്കരിക്കാനും ശ്രമിക്കണം. അപ്പോൾ ഇന്ത്യൻ പൗരന്മാരുടെ മറ്റൊരു മൗലിക ചുമതലയാണ്, കടമയാണ് ഇന്ത്യൻ പൗരന്മാർ തങ്ങളുടെ ശാസ്ത്രത്വരയും മാനവികതയും വികസിപ്പിച്ചെടുക്കുക എന്നത്. ഒരു ശാസ്ത്രീയ ചിന്ത ഇന്ത്യൻ പൗരന്മാർ വളർത്തിയെടുക്കണം എന്നതാണ് ഈ ഒരു മൗലിക കടമയിലൂടെ ഭരണഘടന നിർദ്ദേശിക്കുന്നത്. 9 ടു ഡെവലപ്പ്
പത്താമത്തത് ടു സ്ട്രൈവ് ഓൾ എക്സലൻ്റ് ഇൻ ഓൾ ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ദി നാഷൻ. വ്യക്തിപരവും കൂട്ടായ പ്രവർത്തനത്തിലൂടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ ഇന്ത്യയിലെ ഓരോ പൗരനും ചുമതലയുണ്ട്. അതായത് വ്യക്തി താല്പര്യങ്ങളെക്കാൾ ദേശീയ ക്ഷേമത്തെ ലാക്കാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ പൗരന്മാർ നടത്തണം. ഒറ്റക്കും കൂട്ടായിട്ടും നമ്മളേതാകുന്ന കാര്യങ്ങൾ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് നമ്മൾ നടത്തണം. അതൊരു നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമയായിട്ടാണ് നമ്മുടെ ഭരണഘടന മൗലിക കടമയിലൂടെ നിർദ്ദേശിക്കുന്നത്. 11ാമത്തത് പാരൻസ് ഷുഡ് പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ഫോർ ദയർ ചിൽഡ്രൻ ബിലോങ് ദ ഏജ് ബിറ്റ്വീൻ 6 to 14. 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തൽ, വിദ്യാഭ്യാസം നൽകൽ പാരൻസിൻ്റെ, രക്ഷിതാക്കളുടെ ഒരു കടമ കൂടിയായിട്ടാണ് ഭരണഘടന മൗലിക കടമയിലൂടെ വിഭാവനം ചെയ്യുന്നത്. 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ രക്ഷിതാക്കൾക്കുള്ള കടമയെക്കുറിച്ചാണ് ഈ ഭാഗത്ത് പറയുന്നത്. ആദ്യഘട്ടത്തിൽ 10 മൗലിക കടമകളായിരുന്നു ഉണ്ടായിരുന്നത്. 11ാമത്തത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ രക്ഷിതാക്കളുടെ ചുമതലയെക്കുറിച്ച് പറയുന്ന ഭാഗം പിന്നീട് കൂട്ടിച്ചേർത്തതാണ്. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. പ്രധാനപ്പെട്ട ഭാഗമാണ്. ഏത് പാർട്ടിലാണ് പറയുന്നത് എന്നതും ഏത് ആർട്ടിക്കിളിലാണ് മൗലിക ചുമതലയെക്കുറിച്ച് പറയുന്നതൊക്കെ തന്നെ കൃത്യമായി പഠിക്കണം. ഏത് രാജ്യത്തു നിന്നാണ് ഇത് കടം കൊണ്ടത് എന്ന കാര്യങ്ങളും പഠിക്കുക. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.